ചൊറിഞ്ഞൊന്ന് ഒരു ചെറിയ നമ്മൾ തല ചൊറിയത്തില്ലേ, തല ചൊറിയുന്ന രീതിയിൽ മുമ്പിൽ നിന്ന് എടുത്തെടുത്തെടുത്തിട്ട് പുറകോട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു മസാജ് കൊടുക്കുക. ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു മസാജ് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്നതിന് എന്താ ചെയ്യണമെന്ന് നോക്കാം. അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നത് കൂടാതെ മുടി നന്നായിട്ട് വളരാനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും നല്ലൊരു ഹെയർ പാക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനൊക്കെ പിന്നെ എണ്ണ തേക്കുന്നത് ഡെയിലി ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് തലയിൽ എണ്ണ തേക്കുന്നത്. തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ആഴ്ച തോന്നുമെങ്കിൽ ശനിയാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ ഞായറാഴ്ച ആയിരിക്കും, സൺഡേ ആയിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ദിവസം സമയം കിട്ടുന്ന പോലെ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ അത് ഇപ്പം ഈ ഞായറാഴ്ച ഉപയോഗിക്കുന്ന ഹെയർ പാക്ക് അല്ലായിരിക്കും അടുത്ത ഞായറാഴ്ച ഉപയോഗിക്കുന്നത്. മാറി മാറി ഉപയോഗിക്കും. ബനാന കൊണ്ടുള്ള മാസ്ക് ഉപയോഗിക്കും, അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള മാസ്ക് ഉപയോഗിക്കും, ഉലുവയും കുറച്ച് സാധനമില്ലേ നെല്ലിക്ക, അങ്ങനെയൊക്കെ കുറച്ച് അരച്ചൊക്കെ പേസ്റ്റൊക്കെ പല ടൈപ്പിലും നമ്മളുണ്ടാക്കും. പല ടൈപ്പിലും പല രീതിയിലുള്ള ഹെയർ പാക്കുകളും ഞാൻ ഉണ്ടാക്കി തേക്കാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോരോ രീതികളിൽ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ വരികയും ആ പൊട്ടിപ്പോകലൊക്കെ നിൽക്കും, താരൻ ഒഴിവാകും, മുടി നന്നായിട്ട് വളരും. തലമുടിയിൽ എണ്ണ തേക്കണം, അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ എണ്ണ തേച്ച് പോകണം. നമ്മുടെ സ്കാൾപ്പ് എപ്പോഴും നല്ല രീതിയിൽ മോയ്സ്ചറായിട്ടിരിക്കണം. അപ്പം നമ്മുടെ എന്താ പറയുക, സ്കാൾപ്പൊക്കെ എപ്പോഴും നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കണം. താരനൊന്നും ഇല്ലാതിരിക്കാനായിട്ട് എപ്പോഴും നമ്മുടെ സ്കാൾപ്പ് നന്നായിട്ട്. ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, പിന്നെ അവർ ചെമ്പരത്തി താളിയും അതുപോലെ തന്നെ താളിയൊക്കെ അരച്ചും ചെമ്പരത്തിയിലെ അരച്ചും ചെമ്പരത്തിയുടെ പൂവ് അരച്ചും ഇതൊക്കെ താളിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചീവയ്ക്കാപ്പൊടി അരച്ചിട്ട് താളി ഉപയോഗിക്കുക, ഇതൊക്കെ നല്ലതാണ്, നമ്മുടെ തലയിൽ തേക്കാൻ നല്ലതാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇങ്ങനത്തുള്ള സാധനങ്ങൾ തേക്കുമ്പം നമ്മുടെ മുടി ഡ്രൈ ആവും. അപ്പം നമ്മൾ തേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്തു പോകണം. നമ്മുടെ ഈ ഹെന്ന, അതുപോലെ തന്നെ ഹെന്ന ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് മുടിക്ക്. മുടി നന്നായിട്ട് കറുത്ത് വരാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും താരൻ മാറാനായിട്ടും മുടിക്ക് കട്ടി കൂടാനായിട്ടും ഒക്കെ ഹെന്ന നല്ലതാണ്. പക്ഷേ ഹെന്ന ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ഹെന്ന തലേദിവസം എല്ലാം മിക്സ് ചെയ്തിട്ടാണല്ലോ പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്നത്. ഹെന്ന മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ, അതായത് നമ്മൾ എന്താ പറയുക, ഓയിലൊന്നും ഇല്ലാത്ത തലയിൽ ഷാമ്പൂ വാഷ് ചെയ്ത് തലയിൽ ഹെന്ന ഉപയോഗിക്കാവൂ. ഹെന്ന അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്തായാലും 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരിക്കുമല്ലോ. മുടി കറക്കാനുള്ള ആൾക്കാരൊക്കെയാണ് 2-2.5 മണിക്കൂറോളം ഇരിക്കണം. അല്ലാതെ മുടിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ 1 മണിക്കൂറൊക്കെ നമ്മൾ ഇരിക്കുക. ഇരുന്നതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ ഒരു ഷവർ ക്യാപ്പ് എന്തെങ്കിലും ഇട്ടൊന്ന് പൊതിഞ്ഞ് വെക്കുക. വെച്ചതിന് ശേഷം 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഇരിക്കുക. ഇരുന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. നമ്മൾ മാസത്തിലൊരിക്കൽ മാത്രം ഹെന്ന ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ താളിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ 2 ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ ചെയ്താൽ മതി. എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആകും. ഡ്രൈ ആകുന്നതിലൂടെ നമ്മുടെ മുടി പൊട്ടി നാശമായി പോകും. അപ്പം നിങ്ങൾ ഈ പിന്നെ എന്താ പറയുക, ചീവയ്ക്കാപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ താളിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ തല നല്ല ചൊറിഞ്ഞിളക്കി നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്യുക. പെട്ടെന്ന് വാഷ് ചെയ്ത് കയറരുത്. അപ്പം നിങ്ങളെന്താണ് ഈ ഒരു പിന്നെ താളിയൊക്കെ തേച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ അന്ന് നല്ലപോലെ പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മുടി എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കണം, ഡ്രൈ ആയിട്ടിരിക്കരുത്. ഈ ചീവയ്ക്കാപ്പൊടിയാണെങ്കിലും അതുപോലെ തന്നെ ഹെന്നയൊക്കെ ആണെങ്കിലും ചെയ്തതിന് ശേഷം ഫസ്റ്റ് നല്ലപോലെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു കണ്ടീഷണർ ആപ്ലിക്കേഷൻ നടത്തുന്നത് നല്ലതാണ്. ഈ കണ്ടീഷണർ നമുക്ക് എന്താ പറയുക, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കണ്ടീഷണർ യൂസ് ചെയ്തില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു നാച്ചുറൽ കണ്ടീഷണർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് അലോവേരയുടെ ജെല്ല്, ഒറ്റ അലോവേര പീസ് എടുക്കുക. അതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലപോലെ ജെല്ല് തോണ്ടി എടുക്കുക. അതിനുശേഷം ഒരു ബൗളിലോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ ഒരു 5-6 ചെമ്പരത്തിപ്പൂ എടുക്കുക, അതിലോട്ട് ഇടുക. അലോവേര ജെല്ലും ചെമ്പരത്തിപ്പൂ കൂടെ നന്നായിട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷം നല്ലവണ്ണം അരച്ചതിന് ശേഷം തലയിൽ നന്നായിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. നല്ലവണ്ണം വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്താൽ നല്ലതാണ്. വെളിച്ചെണ്ണയാണ് നിങ്ങൾ തേക്കുന്ന ഏത് ഓയിലാണെങ്കിലും കുറച്ച് 1-2 ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഹെയറിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. സ്കാൾപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് കെമിക്കലല്ലോ. നിങ്ങൾക്ക് സ്കാൾപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം എന്താണ്, നല്ല രീതിയിലൊന്ന് കോംബ് ചെയ്ത് വെക്കുക. 2-3 പലതവണയൊന്ന് ചെടയില്ലാത്ത രീതിയിൽ നല്ലവണ്ണം കോംബ് ചെയ്ത് വെക്കുക. കോംബ് ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ലവണ്ണം കെട്ടി വെക്കുക. കെട്ടി ഒരു 10 മിനിറ്റോളം നമ്മുടെ തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആകും. ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് ഷൈനി ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക നമ്മുടെ മുടി. അപ്പം
നമ്മുടെ ഈ ഒരു ഫസ്റ്റ് നമ്മൾ ഹെന്ന ആണെങ്കിലും താളിയാണെങ്കിലും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷമുള്ള ആ ഒരു രീതി നമുക്ക് മാറിക്കിട്ടും. ഡ്രൈ ആവത്തില്ല, മുടി പൊട്ടിപ്പോകത്തില്ല, മുടിക്ക് നല്ല ആരോഗ്യം വരും, നല്ല നമുക്ക് കിട്ടുന്നത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മിക്കവാറും ആൾക്കാർ, ഒട്ടുമിക്ക ആൾക്കാരും വാട്സപ്പിൽ മെസ്സേജ് എടുത്തിട്ട് പറയുന്നതാണ്, ഞാൻ താളി തേക്കാറുണ്ട്, ഞാൻ ഹെന്ന ചെയ്യാറുണ്ട്. പക്ഷേ ഹെന്ന ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഹെന്ന ചെയ്തിട്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഹെന്ന ചെയ്ത് നിങ്ങളുടെ മുടി ഡ്രൈ ആവുന്നുണ്ടോ? താളി തേച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയല്ല. അതാണ് നിങ്ങളുടെ മുടി പ്രശ്നം. മുടി പൊട്ടിപ്പോകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം. അത് കഴിഞ്ഞ ശേഷമുള്ള കാര്യം നിങ്ങൾ ചെയ്യണം. നമ്മളെന്താണ് ഒരു കടയിലാണെങ്കിലും ഒരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ എന്തിനാണ് വെച്ചേക്കുന്നത്? അപ്പം മിക്കവർക്കും അറിയത്തില്ല കണ്ടീഷണർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഷാമ്പൂ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഒന്നും ആർക്കും അറിയത്തില്ല. ഒന്നും കൂടെ ഞാൻ പറഞ്ഞത് അറിയാൻ മേലാത്തവർക്ക്, ഷാമ്പൂ എന്ന് പറയുന്ന സാധനം നമുക്ക് ഡയറക്റ്റ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യരുത്. നമുക്ക് ആവശ്യത്തിനുള്ള ഷാമ്പൂ എടുക്കുക. നമുക്കിപ്പോൾ മുടി കൂടുതലാണെങ്കിലും കുറച്ചുള്ള മുടിയുള്ള ആൾക്കാർക്കൊക്കെ ഒരു സ്ട്രിപ്പ് ഷാമ്പൂ നമ്മൾ ഞെക്കുമ്പോൾ ഒരു ഇത് വരത്തില്ലേ, അത് മതി. അത് അരക്കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക, തല തേച്ച് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയുക. ഷാമ്പൂ വാഷ്. അതുപോലെ തന്നെ ഒരുപാട് മുടിയുള്ളവർക്ക് ഈ 2 ഇത് വീഴുന്ന മതി. അത് അരക്കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ കഴുകി കളയുക. ഷാമ്പൂ വാഷ് കഴിഞ്ഞു. ഓക്കെ, ഷാമ്പൂ വാഷ് കഴിഞ്ഞു. ഓക്കെ, ഇനി കണ്ടീഷണർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ കണ്ടീഷണർ എല്ലാവരും പിന്നെ അപ്ലൈ ചെയ്യുന്ന രീതി കുറേ പേരെന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയാം. അവർക്കറിയാൻ മേലാത്തത് കൊണ്ടാണ്. പിന്നെ അവർ ചെയ്യുന്നത്, കണ്ടീഷണർ ഇങ്ങനെ കുറേ എടുത്ത് കയ്യിലോട്ട് എടുക്കും, എന്നിട്ട് തലയിൽ സ്കാൾപ്പിലെല്ലാം ചൊറിഞ്ഞ് പിടിപ്പിച്ച് നല്ല രീതിയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കും. ഒരിക്കലും അങ്ങനെയല്ല കണ്ടീഷണർ വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആവശ്യത്തിനുള്ള കണ്ടീഷണർ എടുക്കുക. എടുത്തതിന് ശേഷം ഒരു കുറച്ച് മതി, എന്ന് വെച്ചാൽ ഒരു 2 സ്ട്രിപ്പ് വീഴുന്ന അത്രയും മതി നമ്മുടെ മുടിയിൽ തേക്കാനായിട്ട്. ഷാമ്പൂവിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ കണ്ടീഷണർ എടുക്കണം. എന്നിട്ട് നമ്മുടെ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്ത്, കാരണം ഇത് ശകലം കെമിക്കൽ യൂസ് ആണല്ലോ. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ അലോവേര ജെല്ലൊക്കെ കെമിക്കലല്ല. ഇത് കുറച്ച് കെമിക്കലൂടെ യൂസ് ചെയ്താൽ നമ്മൾ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യേണ്ട. കണ്ടീഷണർ എപ്പോഴും നമ്മുടെ ഹെയറിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനമാണ് നമ്മൾ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. ഹെയറിലോട്ട് നല്ലപോലെ പാർട്ടീഷനായിട്ട് ഹെയർ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഹെയർ ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം നനവുള്ള മുടിയിലെ കണ്ടീഷണർ അപ്ലൈ ആവുള്ളൂ. ഫസ്റ്റ് ഷാമ്പൂ വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ടവൽ ഡ്രൈ ചെയ്യുക. നല്ലപോലെ ഒന്ന് ടവൽ വെച്ച് ഒപ്പുക. ഉണക്കുക എന്നല്ല, നമ്മൾ വെള്ളം ഊർന്ന് വരുമല്ലേ മുടിയിൽ നിന്ന്, അപ്പം നമ്മളൊന്ന് ടവൽ വെച്ചൊന്ന് ഒപ്പിക്കൊടുക്കണം. ഒപ്പിക്കൊടുത്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ശേഷം ഒന്ന് മിൽക്ക് ചെയ്യുക. ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ മിൽക്ക് ചെയ്യുക എന്ന് പറയും. അതായത് തലമുടിയിലൊന്ന് തേച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തടവി എല്ലാ ഭാഗവും ഒന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ കെട്ടിവെക്കുക. അപ്പോൾ ഇത് എപ്പോഴാണ് കെട്ടിവെക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞത്. നമ്മൾ കുളിക്കാൻ കയറുന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, തല കഴുകണം. നമ്മൾ ആദ്യം തല കഴുകി, ഇപ്പം നമുക്ക് എന്തെങ്കിലും തലയിൽ എണ്ണയോ അല്ലെങ്കിൽ പിന്നെ നീലയമരിയോ അല്ലെങ്കിൽ ഹെയർ പാക്കുകളോ ഒക്കെ നമ്മൾ ഇട്ടെന്ന് വെച്ചു. അപ്പോഴാണ് നമ്മൾ കുളിക്കാൻ കയറുന്നത്. ഫസ്റ്റ് നമ്മൾ തല കഴുകുക. ഫസ്റ്റ് നല്ല പ്ലെയിൻ വാഷ് ചെയ്തോ ഷാമ്പൂ വാഷ് ചെയ്തോ തല കഴുകുന്നവരാണെങ്കിൽ കഴുകുക. കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. കണ്ടീഷണർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കെട്ടിവെക്കുക. അതിനുശേഷം നമ്മുടെ ദേഹമെല്ലാം തേച്ച് കുളിച്ച് കഴിയുമ്പം ഈ കണ്ടീഷണർ അവിടെ നല്ല ഹെയറിലോട്ട് അബ്സോർവ് ചെയ്ത് നല്ലതായിട്ട് സോഫ്റ്റ് ആവും. ഫോളിക്കിളൊക്കെ ചെന്നിട്ട് നല്ല രീതിയിൽ സോഫ്റ്റ് ആവും. അപ്പം നമ്മൾ നമ്മുടെ ദേഹമെല്ലാം തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തല കഴുകുമ്പോൾ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കുന്ന കാണും. നിങ്ങൾ ഒരു തവണയെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഈ മെത്തേഡ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഓടിച്ചെന്ന് തല അങ്ങോട്ട് കഴുകി, ഓടിച്ചെന്ന് കുറച്ച് ഷാമ്പു അങ്ങോട്ട് വാരി തേച്ച് കഴുകി, വീണ്ടും കുറച്ച് കണ്ടീഷണർ അങ്ങോട്ട് തലയിലോട്ടെല്ലാം തേച്ച് കഴുകി, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് മുടി കൊഴിച്ചിൽ കൂടും. ചിലവർ പറയുന്നത്, ചിലപ്പം നമ്മുടെ ധാത്രിയുടെ ഷാമ്പു ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ കണ്ടീഷണർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കണ്ടീഷണർ കൂടുതലായിട്ട് ഞാൻ കണ്ടീഷണർ ആപ്ലിക്കേഷൻ ചെയ്യാറില്ല. ഞാൻ ഈ നമ്മുടെ ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അലോവേര ജെല്ലി ഉപയോഗിച്ചിട്ടാണ് കൂടുതലും കണ്ടീഷണറിങ് ചെയ്യുന്നത്. ഹെർബലായിട്ടുള്ള ഷാമ്പൂ, നല്ല ക്വാളിറ്റിയുള്ള ഷാമ്പൂ തന്നെ നമ്മൾ വാങ്ങിക്കുക. ഡോവിൻ്റെ ഷാമ്പൂ നല്ലതാണ്. ഡോവിൻ്റെ റിപ്പയറിങ് ഷാമ്പൂ, ഹെയർ ഫോൾസിനുള്ള ഷാമ്പൂ, പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഷാമ്പൂ, പിന്നെ എന്താ പറയുക സോഫ്റ്റ് ആൻഡ് ഷൈനി ആകുന്ന ഷാമ്പൂ, അങ്ങനെ കുറേ ഷാമ്പൂകളുണ്ട്. നമ്മുടെ മുടിയിൽ പൊട്ടലുണ്ടോ കാര്യങ്ങളുണ്ടോ അങ്ങനത്തെ ഷാമ്പൂ തിരഞ്ഞെടുക്കുക. ഹെയർ ഫോൾസ് ഉണ്ടോ അങ്ങനത്തെ ഷാമ്പൂ തിരഞ്ഞെടുക്കുക. പിന്നെ ഡാൻഡ്രഫ് ഉണ്ടോ അതിൻ്റെ ഷാമ്പൂ, അങ്ങനെ നമുക്ക് ഓരോന്നും ഷാമ്പൂ തിരഞ്ഞെടുക്കാം. ഷാമ്പൂ തിരഞ്ഞെടുക്കുന്നതിലെല്ലാ കാര്യം ഷാമ്പൂ അപ്ലൈ ചെയ്യുന്നതിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ എനിക്ക് ചേച്ചി ഈ ഡോവിൻ്റെ ഷാമ്പൂ വെച്ചിട്ട് അപ്പടി മുടി കൊഴിച്ചില്ല ഞാനത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ കുറേ ഷാമ്പൂ കുറച്ചിങ്ങനെ എടുക്കും കപ്പിലോട്ട്, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തലയിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കും. ഡയറക്റ്റ് വെള്ളത്തിലൊന്നും ഡൈല്യൂട്ട് ചെയ്യുന്നില്ല. അങ്ങനെയല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പൊഴിയാത്ത മുടിയും കൂടെ പൊഴിഞ്ഞ് മൊട്ടയായിപ്പോൾ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഞാൻ പറയുന്ന രീതിയിലെ ഷാമ്പൂവും കണ്ടീഷണറും അപ്ലൈ ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടിക്ക് ഹെൽത്ത് കിട്ടുന്നതും പ്രൊട്ടക്ഷൻ കിട്ടുന്നതും അതുപോലെ നമ്മുടെ മുടി കൊഴിച്ചിലും പൊട്ടിപ്പോകലും മാറിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ അറിഞ്ഞല്ലോ. ഇനി നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നല്ലൊരു പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് നിങ്ങൾ
വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നെന്ന് പറയും. ഇത്രയും നേരം ഞാൻ സംസാരിച്ച കാര്യം നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്, അല്ലാതെ വേറെ തമാശയായിട്ടൊന്നുമല്ല പറഞ്ഞു തന്നത്. അപ്പോൾ ഇനിയും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഹെയർ പാക്ക്, ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാവുന്ന ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിന് നമുക്ക് പിന്നെ കുറച്ച് ചെമ്പരത്തിപ്പൂ, ഒരു 10-12ഓളം ചെമ്പരത്തിപ്പൂ എടുക്കുക. ചെമ്പരത്തിപ്പൂ എടുത്തതിന് ശേഷം ഒരു റോബസ്റ്റ പഴം, ഒരുപാട് തളിഞ്ഞ പഴം എടുക്കരുത്, എന്നാൽ നല്ലതായിട്ട് പഴുക്കുകയും വേണം. ഒരു റോബസ്റ്റ പഴം എടുക്കുക. ഒരുപാട് മുടി, ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു റോബസ്റ്റ പഴം വേണം. നിങ്ങൾക്ക് മുടി കുറവാണ്, പകുതി റോബസ്റ്റ പഴം മതി. എന്നിട്ട് എടുത്തതിന് ശേഷം ഈ ഒരു ചെമ്പരത്തിപ്പൂവും റോബസ്റ്റ പഴവും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷം നല്ല ഒരു ഹെയർ പാക്കാണ്. അതായത് ഞാൻ പറയുന്നത് മുടി പൊട്ടിപ്പോകുന്നത് തടഞ്ഞിട്ട് മുടി ഷൈനിങ് ആയിട്ട് സോഫ്റ്റായിട്ടും മുടി വളരാനായിട്ടും നല്ലൊരു ഹെയർ പാക്കാണിത്. അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്താൽ നല്ലതാണ്. അപ്പം നമ്മുടെ ഉലുവ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ മുടി കുറച്ച് ഡ്രൈ ആയി മാറും. അതുകൊണ്ട് ഞാൻ ഉലുവ ചേർക്കാത്തത്. ഉലുവ മുടിക്ക് നല്ലതാണ്, മുടി വളർച്ചയ്ക്ക്. പക്ഷേ ഈ ഒരു പായ്ക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ മുടി പൊട്ടി പോകാതിരിക്കാൻ, മുടി നല്ല സോഫ്റ്റായിട്ട് കിടക്കാൻ വേണ്ടി വേണം. അപ്പോൾ നമ്മൾ എത്ര എടുത്തു? 10 ചെമ്പരത്തിപ്പൂ എടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം മുടി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ആണെങ്കിലും 10 ചെമ്പരത്തിപ്പൂ എടുക്കാം. 10 ചെമ്പരത്തിപ്പൂ എടുത്തു, അതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞ് പൂ മാത്രം എടുത്താൽ മതി. പിന്നെ നമുക്ക് എന്താണ് അടുത്തെടുത്ത് ഒരു ബനാന, ഇപ്പം ഞാൻ എൻ്റെ ഇതിലാണ് പറഞ്ഞത്, ഒരു ബനാന എടുക്കും. നിങ്ങൾക്ക് മുടി കുറവുള്ളവരാണെങ്കിൽ പകുതി ബനാന എടുത്താൽ മതി. അതും കൂടി എടുത്തിട്ട് കുറച്ച് അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കുക. നല്ലപോലെ മയത്തിൽ നല്ല ക്രീമി ആയിട്ട് അരയ്ക്കണം. എന്നാലേ നമ്മുടെ മുടി നമുക്ക് തേച്ച് പിടിക്കും, അല്ലെങ്കിൽ അവിടെ എല്ലാം പിടിച്ചിരിക്കും. അപ്പം നമ്മളിത് നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഇത് തേക്കരുത്. അപ്പോൾ തേക്കുന്നതിൻ്റെ വിധം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് അതിന് മുമ്പുള്ളൊരു മസാജ് കാണിച്ചു തരാം. ആ മസാജ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ക്രീം ആപ്ലിക്കേഷൻ ചെയ്യാവുള്ളൂ. അതെങ്ങനെയാണ് കാണിച്ചു തരാം. നമ്മുടെ മുടിയെല്ലാം നല്ല ഷാമ്പൂ ചെയ്ത്, ഇപ്പം എൻ്റെ മുടിയിൽ ഞാൻ കുടിയെല്ലാം കഴിഞ്ഞ് ഷാമ്പൂ വാഷെല്ലാം കഴിഞ്ഞ ആളാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് മസാജ് കാണിച്ചു തരുവാണ്. അപ്പോൾ ഈ ഒരു ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പിട്ടുള്ളൊരു മസാജാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ എന്താണ്, മുടിയിൽ നല്ല ഷാമ്പൂ ഒക്കെ ചെയ്തു ഇരിക്കുകയാണല്ലോ. അപ്പം നമുക്കത് കഴിഞ്ഞതിന് ശേഷം നമ്മളന്ന് മസാജ് ചെയ്യേണ്ടതാണ്. നമുക്കൊരു നോർമൽ മസാജാണ് കൊടുക്കേണ്ടത്. അടിപൊളി റിസൾട്ടാണ്. ഈ ഒരു മസാജ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി റിസൾട്ട് കിട്ടും. വെറുതെ തന്നെ നമ്മുടെ തലയിൽ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാനായിട്ടും നല്ല രീതിയിൽ മുടി ഉള്ളിൽ നിന്ന് പൊട്ടി വരാനായിട്ടും ഒക്കെ നമ്മുടെ ഒരു ഹെഡ് മസാജ് വളരെ നല്ലതാണ്. പാർലറിൽ പോയി ചെയ്യുവാണെങ്കിൽ മറ്റൊരാൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും സുഖമാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. അപ്പം നമുക്ക് ഈ വിരലെല്ലാം കൂടെ ഇട്ട് നമ്മുടെ മുടി അഴകളിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചൊറിഞ്ഞൊന്ന് ഒരു ചെറിയ നമ്മൾ തല ചൊറിയത്തില്ലേ, തല ചൊറിയുന്ന രീതിയിൽ മുമ്പിൽ നിന്ന് എടുത്തെടുത്ത് പുറകോട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എടുത്തെടുത്ത് പുറകോട്ട് മസാജ് ചെയ്യുക. വീണ്ടും നമ്മളിങ്ങനെ എടുത്തെടുത്ത് മസാജ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് മസാജാണ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വിരൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുക്കുക. 1, പിന്നെ അതിൻ്റെ തൊട്ട് പുറകിൽ 2, പിന്നെ അതിൻ്റെ തൊട്ട് പുറകിൽ 3, പിന്നെ ഏറ്റവും പുറകിൽ 4. ഇങ്ങനെ ഇത് നമ്മളൊരു 5-6 പ്രാവശ്യം ആവർത്തിക്കുക. വീണ്ടും നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. ഈ കൈ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് മസാജ് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത മസാജും ഒരു 5-6 പ്രാവശ്യം ആവർത്തിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ സൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല രീതിയിലുള്ളൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടി കിട്ടാനായിട്ട് ഈ ഒരു മസാജൊക്കെ സഹായിക്കും. ഇനി ബാക്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ഈ സ്കാൾപ്പിൻ്റെ ഇവിടെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു മസാജ് കൊടുക്കാം. അനക്കിയിട്ട് വേണം ഈ ഒരു മസാജ് ചെയ്യുക. പ്രഷർ ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണം നമുക്ക് ചെയ്യാം. പ്രഷർ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനൊരു മസാജ് കൊടുക്കാം. മസാജ് ഒരുപാടുണ്ട്, നമുക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെല്ലാ ഭാഗത്തും മാറി 2 കൈ കൊണ്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തതിന് ശേഷം അടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈ എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്കാൾപ്പ് നന്നായിട്ട് നനക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കുറേ നേരം ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഉറക്കം വരും കേട്ടോ. മറ്റൊരാൾ ചെയ്താലും നമുക്ക് കൈ കൊണ്ട് നമ്മൾ തന്നെ കുറച്ച് നേരം ചെയ്താലും നല്ല ഉറക്കം വരും. അപ്പം സ്കാൾപ്പ് നന്നായിട്ട് ഇങ്ങനെ നനക്കി കൊടുക്കുക. എനിക്ക് പുറകോട്ട് കൊടുക്കുക. അപ്പം ഇത്രയും സിമ്പിൾ മസാജ് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ പായ്ക്ക് പായ്ക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ല രീതിയിൽ നമ്മൾ 2ആയിട്ട് മുടി വകഞ്ഞ് പാർട്ടീഷനായിട്ട് എടുത്തിടുക. ആദ്യം ഫസ്റ്റ് ഒരു സൈഡിൽ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക. വേണമെങ്കിൽ 3-4 പാർട്ടീഷനായിട്ട് എടുത്തിട്ട് നമുക്ക് തേക്കാം. എന്നിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളെന്താണ് പിന്നെ ജസ്റ്റ് ഒന്ന് കോമ്പ് വെച്ച് പതുക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ കോമ്പ് ചെയ്യുമ്പോൾ ഈ കോമ്പയിലോട്ട് നമ്മുടെ ഈ ഒരു പായ്ക്ക് ഇങ്ങനെ വരും. അത് വീണ്ടും വടിച്ചെടുത്തിട്ട് വീണ്ടും നമ്മുടെ തലയിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ഷവർ ക്യാപ്പ് ഒരു ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യുക. എന്നിട്ടൊരു 20 മിനിറ്റോളം നമ്മുടെ തലമുടിയിൽ അത് വെക്കുക. 20 മിനിറ്റ് തന്നെ വെക്കണം. വെച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ
പ്ലെയിൻ വാഷ്, ആദ്യം നല്ലവണ്ണം മുടി വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. വേറെ ഒരു കണ്ടീഷണറോ കാര്യങ്ങളോ ഇടുവേ വേണ്ട. നിങ്ങളുടെ മുടി ഒന്നും നല്ല വോളിയം തോന്നിക്കും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് നിങ്ങളുടെ മുടി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആഴ്ചയിൽ ഒരു വട്ടം മാത്രം ഈ ഒരു പായ്ക്ക് നിങ്ങൾ ഇട്ട് പോയാൽ മതി. നിങ്ങളുടെ മുടി പൊട്ടിപ്പോകുന്നത് ഒരുപാട് തടയും. മുടി വളരാൻ നല്ലതാണ്, മുടി കറുത്ത് വരാനും നല്ലതാണ്, മുടി സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പായ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.